എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ രാംബൻ നിന്ന് ശ്രീനഗർ വരെ ഉള്ള ട്രാവലിങ്ങിൻ്റെ വിശേഷങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12:30 ആകുമ്പോഴത്തേക്കും ശ്രീനഗറിൽ ഞങ്ങളുടെ ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിലെത്തി എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് ഫ്രഷൻ അപ്പായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനി ശ്രീനഗർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണേ. അപ്പോൾ നമുക്കിനി ശ്രീനഗരത്തെ ഭംഗിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ വരൂ, നമുക്കിനി ശ്രീനഗർ കാണാം. ഞങ്ങൾ ആദ്യമായിട്ട് ശ്രീനഗറിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ സ്റ്റേയിൽ നിന്ന് 3.7 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള ഒരു ലേക്കിലേക്കാണ്, നൈജീൻ ലേക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ 3 വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ ശ്രീനഗറിലേക്ക് പോയത്. അപ്പോൾ പിന്നെ ഇത് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ടൗൺ ഏരിയയിൽ കൂടെ ഒക്കെ പോകണം. അപ്പോൾ കുറച്ച് കൺജസ്റ്റഡൊക്കെ ആയിരിക്കും. അതാണ് ഞങ്ങൾ 2 വണ്ടിയിലാണ് നൈജീൻ ലേക്കിലേക്ക് കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നത്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഞങ്ങളുടെ സ്റ്റേയിൽ നിന്ന് പുറപ്പെട്ടു. നൈജീനിലേക്ക് കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ വഴിയിലൊരു വലിയ ഗുരുദ്വാരയൊക്കെ ഉണ്ട്. ഇപ്പം നേരത്തെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീനഗറിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വഴി മുഴുവൻ അവരുടെ ഒഫീഷ്യൽ വൃക്ഷമായ ചിനാർ ആണ് ഉള്ളത്. ഈ നമ്മളിവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ 2 സൈഡിൽ മുഴുവനായിട്ട് ചിനാറിലേക്കാണുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നൈജീൻ ലേക്ക് എന്ന് ഇട്ടിട്ട് പോയിട്ട് എത്തിച്ചേർന്നത് ഈ ബാഗ് ഈ ഷഫൂഗ എന്ന് പറഞ്ഞിട്ട് ഒരു ഗാർഡനിലാണ്. ഞങ്ങൾ അന്വേഷിച്ചിട്ട് അവിടെ പരിസരത്തൊന്നും ലേക്കൊന്നും കണ്ടില്ല. പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ബാഗ് ഈ ഷഫൂഗയിലത്തെ കാഴ്ചകൾ കാണാം. ജമ്മു കാശ്മീരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫ്ലോറിക്കൾച്ചറിന് കീഴിലുള്ള ഒരു ഗാർഡനാണ് ആക്ച്വലി ബാഗ് ഈ ഷഫൂഗ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് നോക്കുമ്പോൾ അതാണ് മനസ്സിലായത്. പിന്നെ ഈ ഗാർഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ, ശ്രീനഗരത്തെ ഏറ്റവും പഴക്കം ചെന്ന ചിനാർ മരം ഈ ഗാർഡനിലാണുള്ളത്. അപ്പോൾ നമുക്ക് അതും കൂടി കാണാം. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഏകദേശം സ്പ്രിങ്ങിൻ്റെ അവസാനമായി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒക്ടോബറിൽ പൂജ ഹോളിഡേയ്സിലാണ് ശ്രീനഗറിൽ പോയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി. അപ്പോൾ അത് സ്പ്രിങ്ങിൻ്റെ അവസാന സമയമായി, ഇപ്പോൾ വിൻ്റർ തുടങ്ങാറായി. അതുകൊണ്ട് തന്നെ കുറച്ച് പൂക്കളുടെ എണ്ണമൊക്കെ കുറവായിരുന്നു. പക്ഷേ എന്നാലും കുട്ടികൾക്ക് കുറേ നടക്കാനുള്ള സ്ഥലങ്ങളും കുറച്ച് നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാനും ഗെറ്റ് ടുഗദർ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങളത് ബാജ്റയുടെയും ജോവറിൻ്റെയൊക്കെ കുറച്ച് കൃഷി ഉണ്ടായിരുന്നേ. അങ്ങനെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുണ്ടായിരുന്നില്ല, കുറച്ചുണ്ടായിരുന്നു. ഇത് ബാജ്റ എന്ന് പറയുന്ന ഒരു ധാന്യമാണ്. അപ്പോൾ അത് പറഞ്ഞാൽ ഗോതമ്പ് പോലെ തന്നെ ഉള്ള ഒരു ധാന്യമാണ്. അത് പൊടിച്ചിട്ട് അതിനകത്തുനിന്ന് നമ്മൾ ഗോതമ്പിൻ്റെ ആട്ടയും റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ബാജ്റേൻ്റെയും ആട്ടയും റൊട്ടിയൊക്കെ ഉണ്ടാക്കുക. അത് കുറച്ചും കൂടി ഹെൽത്തിയാണെന്നാണ് പറയണത്. ഇപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഗോതമ്പിനേക്കാളൊക്കെ കുറഞ്ഞ ഒരു ധാന്യമാണ് ബാജ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ആട്ടയം കൊണ്ടുണ്ടാക്കുന്ന റൊട്ടീനും ചപ്പാത്തിനേക്കാളൊക്കെ ഒരു ബെറ്റർ ഓപ്ഷനാണ് ആക്ച്വലി ഈ ബാജ്റം കൊണ്ടുണ്ടാക്കുന്ന ധാന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തണുപ്പ് കാലത്ത് ആക്ച്വലി നോർത്ത് ഇന്ത്യൻസ് ആട്ടയും കൊണ്ടുള്ള റൊട്ടീനേക്കാളൊക്കെ കൂടുതലായിട്ട് ഈ ബാജ്റം കൊണ്ടുള്ള റൊട്ടിയാണ് പ്രിഫർ ചെയ്യുന്നത്. അത് കണ്ട നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി തണുപ്പുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതിനേക്കാളും കുറച്ച് കളർ നല്ല കൂടുതലാണ്. അപ്പോൾ ഇത് ഈ ഡാലിയയുടെയൊക്കെ കുഞ്ഞിനും ഇപ്പോൾ എക്സാക്ട്ലി എന്താ പേര് പറയാമെന്നറിയില്ല, നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണ്. പക്ഷെ കളറ് കുറച്ചും കൂടി നല്ല ബ്രൈറ്റർ കളറാണേ. അതായത് ഉണ്ട്, ഇപ്പം നമ്മുടെ നാട്ടിൽ കോഴിപ്പൂ എന്ന് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കോഴിപ്പൂ എന്ന് പറയാം. കോഴിപ്പൂ എന്ന് പറയുന്ന ഒരു പൂവാണ്. ഇപ്പോൾ പക്ഷേ കുറച്ചും കൂടി കളർ നല്ല ബ്രൈറ്റർ കളറാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഈ ഗാർഡനിൽ ഇവർ കല്യാണം, എൻഗേജ്മെൻറ്റ്സ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസും കൂടിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ശ്രീനഗരത്തെ ഏറ്റവും പഴക്കം ചെന്ന ചിനാർ മരം. അപ്പം അതിങ്ങനെ അതിൻ്റെ ട്രങ്കിന് ചുറ്റും വേലിയൊക്കെ കെട്ടി നന്നായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പച്ച കളറിലല്ലേ ഇരിക്കണേ. ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചിനാർ മരത്തിന് കാണാൻ പറ്റുന്നത് വിൻ്ററിലാണ്. നമ്മൾ കണ്ടുണ്ടാവും ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ നിറയെ വിൻ്റർ ആവുമ്പോൾ ഒരു മരം ഇങ്ങനെ ഓറഞ്ച് യെല്ലോയിഷ് കളറിലുള്ള ഇലകളുമായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന കാണില്ലേ. ആ സെയിം മരമാണ് ഈ ചിനാർ എന്ന് പറയുന്നത്. ഇവിടെയും വിൻ്റർ ആകുമ്പോഴത്തേക്കും ഇലയുടെ കളറൊക്കെ മാറി യെല്ലോ ഓറഞ്ചൊക്കെ ആവും. ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇലയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒക്ടോബർ ലാസ്റ്റായി. അപ്പോൾ വിൻ്റർ ഏകദേശം തുടങ്ങാറായി കാശ്മീരിൽ.
അങ്ങനെ ഞങ്ങൾ വെറുതെ ഗാർഡനിൽ കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ വാടാമല്ലിയൊക്കെ നല്ല ഭംഗിയിൽ കുറച്ച് നട്ട് വളർത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് കുറച്ച് പോർഷൻസിലായിട്ട് കുഞ്ഞു കുഞ്ഞ് നിരയിലൊക്കെ പൂക്കൾ നിറയെ നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ 2 പേര് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് എവിടുന്നാണ് വരണത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു പെഹൽഗാം അറ്റാക്കിന് ശേഷം അവർക്ക് ടൂറിസമൊക്കെ ഇത്തിരി ഡൗൺ ആണ്. ആക്ച്വലി ഇവർ കാശ്മീരിലത്തെ ഏറ്റവും വലിയ ആൾക്കാരുടെ ഏണിംഗ് എന്ന് പറയുന്നത് തന്നെ ടൂറിസമാണ്. ടൂറിസം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ ഒരിടത്ത് കുറേ പേരിരുന്ന് എന്തോ ഉണ്ടാക്കുന്നുണ്ടത്. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും ഇവർ ഇവിടെ കാശ്മീരിൻ്റെ ട്രഡീഷണൽ ഡിഷായ മട്ടൻ റിസ്ത ബോൾസും മട്ടൻ ഗുസ്താവയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു കല്യാണമുണ്ട്. അപ്പോൾ ആ കല്യാണത്തിന് വേണ്ട വിഭവങ്ങളാണ് ഇവരിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഇടിച്ചുകൊണ്ടിരിക്കുന്നത് മട്ടൻ്റെ മീറ്റാണേ. കണ്ടോ, മട്ടൻ്റെ മീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ഈ പ്ലേറ്റിൽ കാണുന്ന പോലത്തെ വലിയ വലിയ ബോൾസ് ആക്കിയിട്ട് അവിടെ വയ്ക്കും. എന്നിട്ട് ഈ ബോൾസിൽ നിന്ന് പിന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കും. അപ്പോൾ ഈ കാണുന്നത് ഈ മട്ടൻ റിസ്ത കറിയിലിടാനുള്ള മസാലയാണ്. അപ്പോൾ ഈ വലിയ ബോൾസ് ഇപ്പോൾ നമ്മൾ പൊറോട്ടക്കൊക്കെ മാവ് കുഴച്ച് വെച്ച മാതിരി ഉണ്ട് കാണുമ്പോൾ. അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ഫാറ്റാണ്, മട്ടൻ്റെ തന്നെ ഫാറ്റ്. അപ്പോൾ നമ്മൾ മട്ടൻ്റെ മീറ്റിൻ്റെ കൂടെ കുറച്ച് ഫാറ്റൊക്കെ ഉണ്ടാവില്ലേ, ആ ഫാറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ വൈറ്റ് കളറിൽ കാണുന്നത്. അപ്പോൾ അതും ഇപ്പോൾ ഈ റെഡ് കളറിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും കൂടി മിക്സ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ഉണ്ടാക്കും. ഈ സെയിം ബോൾസാണ് മട്ടൻ റിസ്തയ്ക്കും മട്ടൻ ഗുസ്താവയ്ക്കും വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ റിസ്തേൻ്റെയും ഗുസ്താവിൻ്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റിസ്ത ഉണ്ടാക്കുന്നത് ഒരു ക്രീമി സ്പൈസി ഗ്രേവിയിൽ ഈ മട്ടൻ ബോൾസ് ഇട്ടിട്ടാണ്. പക്ഷേ മട്ടൻ ഗുസ്താവ എന്ന് പറയുമ്പോൾ അതും ഇതേപോലെ ഗ്രേവി തന്നെയാണ്, പക്ഷേ ആ ഗ്രേവി കുറച്ച് സൂപ്പ് ടൈപ്പാണ്. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. എല്ലാം നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അവർക്ക് അങ്ങനെ പറയാനുള്ള മടിയൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലായിരുന്നില്ല. പക്ഷെ നല്ല വെൽക്കമിങ് ആയ ബിഹേവിയർ ആയിരുന്നു അവരുടേത്. ഇപ്പോൾ പൊതുവേ ഞങ്ങൾക്ക് കാശ്മീരിൽ അങ്ങനെയാണ് തോന്നിയത്. ആൾക്കാരൊക്കെ നല്ല വെൽക്കമിങ് ആണ്, നല്ല ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ അതിനിടയിൽ അപൂർവം ചില ആൾക്കാർ കാരണമാണ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഓഫ് കോഴ്സ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പിന്നെയും മുമ്പോട്ട് നടക്കുകയാണേ. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് കൂടുതലിങ്ങനെ നടക്കാനുള്ള ദൂരമാണ് അതിനകത്തുള്ളത്. ഇപ്പോൾ ഫ്ലവറൊക്കെ സീസൺ തീരാറായതുകൊണ്ട് തന്നെ കുറച്ച് തീർന്നു. നമുക്കിത് ഇവിടെ ഒരു നല്ല വൈറ്റ് കളർ പൂവുണ്ട്, ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് കണ്ടതാണ്. യൂക്ക പ്ലാന്റ് എന്ന് അറിയപ്പെടുന്ന ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണിത്. സ്പാനിഷ് ഡാഗർ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ ഈ പൂക്കൾ നമുക്ക് ഇവരുടെ ശ്രീനഗറിലെ വഴിയിലും ഒക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇതേ ഒരു മരം കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കായുണ്ട്. അതെന്താണെന്ന് നോക്കിയപ്പോൾ അത് ഈ ചെസ്നട്ടിൻ്റെ മരമാണ്. ഇപ്പോൾ ഹിന്ദിയിൽ ആ മരത്തിന് ഖനോർ എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ കായ ആക്ച്വലി എഡിബിളാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന കായാണ് ഇതിൻ്റെത്. കണ്ടോ, ഇതാണ് അതിൻ്റെ കായ. കുറച്ച് താഴെയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അത് അതിൻ്റെ തോട് പൊട്ടിച്ചിട്ട് അതിനകത്ത് നമ്മൾ ബദാമൊക്കെ കഴിക്കുന്ന പോലെയാണ് കഴിക്കേണ്ടത്. അതാണ് അതിൻ്റെ സീഡ്. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മുഗളായി കിച്ചൺ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. നാനും ബട്ടർ ചിക്കനുമാണ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് മൊത്തം കഴിക്കുക, അത് ശരിയാ. ശരിയാണ്, നമുക്ക് ചെടി മുഴുവൻ കഴിച്ചുട്ടെ. അയ്യോ, അതിന് കൊമ്പ് നോക്കിക്കേ ഹനി. അതെ അതെ അതെ, മട്ടൻ കറി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രസമില്ലേ? പിന്നെ ഞങ്ങൾ നൈജീനിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാരണം പിന്നെ നൈജീനിലേക്ക് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അപ്പോൾ ശ്രീനഗർ എന്ന് പറയുന്നത് കുറേ മുഗൾ ഗാർഡൻസിന് വേണ്ടി പ്രശസ്തമായ സ്ഥലമല്ലേ. അപ്പോൾ അതിൽ ഒരു പ്രസിദ്ധമായ മുഗൾ ഗാർഡനായ നിഷാദ് ഈ ബാഗ്, അതായത് നിഷാദ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ബാഗ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ എന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മളിപ്പോൾ പോയ സ്ഥലവും ബാഗ് ഈ ഷഫൂഖയായിരുന്നില്ലേ. അപ്പോൾ ബാഗ് എന്ന് പറഞ്ഞാൽ കാശ്മീരി ഭാഷയിൽ ഗാർഡൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഞങ്ങൾ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ ദാൽ ലേക്കിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾ ദാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് ആക്ച്വലി ശ്രീനഗറിലെ എല്ലാ സ്ഥലത്തും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിഷാദി ഗാർഡനാണ്. വഴിയിൽ കണ്ടില്ലേ, അതേ കുറേ കാർപ്പറ്റ്സും
ട്രഡീഷണൽ കാശ്മീരി ഡ്രസ്സും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ആക്ച്വലി വൺ വേ ആണ്. ഞങ്ങളൊരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ നമുക്ക് ദാൽ ലേക്കിൻ്റെ കുറച്ച് വിദൂര ദൃശ്യങ്ങൾ കാണാം. അതിൻ്റെ പുറകിൽ ശ്രീനഗരത്തെ മലകളും ഒക്കെ കാണാം. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. അപ്പം കുറച്ച് സമയം ഏകദേശം 4 മണിയുടെ അടുത്ത് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം നൈജീൻ ലേക്ക് കാണാൻ നിൽക്കാണ്ട് നിഷാദ് ഗാർഡനിലേക്ക് പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ദാൽ ലേക്കിൽ ഐക്കോണിക്കായ ഷിക്കാര ബോട്ട് റൈഡും കൂടി ചെയ്യണം. അപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ അതൊന്നും അത്ര കംഫർട്ടബിളായി നടക്കില്ലല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ കുറച്ച് റഷ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് അതായത് നമ്മളിപ്പോൾ കണ്ട ബാഗി ഷഫൂഗയിൽ നിന്ന് 8.2 കിലോമീറ്ററാണ് നിഷാദ് ഗാർഡനിലേക്കുള്ളത്. ഇപ്പോൾ റോഡൊക്കെ വളരെ നല്ലതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ശ്രീനഗർ എത്തിയപ്പോൾ മുതൽ റോഡൊക്കെ വളരെ നല്ലതാണ്. അതെ, ഈ കാണുന്നതൊക്കെ ദാൽ ലേക്കാണേ. ദാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീനഗരത്തെ ഒരു ഫ്രഷ് വാട്ടർ അർബൻ ലേക്കാണ് ആക്ച്വലി ദാൽ ലേക്ക്. അപ്പോൾ ശ്രീനഗരത്തെ ഏറ്റവും വലിയ 2ാമത്തെ തടാകമാണ് ദാൽ ലേക്ക്. ദാൽ ലേക്ക് ആക്ച്വലി അറിയപ്പെടുന്നത് ജ്വൽ ഇൻ ദ ക്രൗൺ ഓഫ് കാശ്മീർ എന്നാണ്. അപ്പോൾ ആ പേര് വളരെ അർത്ഥവത്താണെന്ന് നമുക്ക് ഒരു പ്രാവശ്യം ദാൽ ലേക്ക് സന്ദർശിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ശ്രീനഗറിൽ വരുന്ന സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ദാൽ ലേക്ക്. 18 സ്ക്വയർ കിലോമീറ്ററാണ് ദാൽ ലേക്കിൻ്റെ വിസ്തൃതി, അതായത് 4448 ഏക്കർ. അപ്പോൾ ഈ ദാൽ ലേക്കിൽ നിറയെ താമരപ്പാടങ്ങളുണ്ട്. ആ താമരപ്പാടങ്ങൾക്ക് വേണ്ടി കൂടിയും ദാൽ ലേക്ക് അത്രയും പ്രശസ്തമാണ്. നമുക്കത് ഈ ഷിക്കാര ബോട്ടിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സൈഡിലൊക്കെ നിറയെ താമരച്ചെടികൾ. ജമ്മു ആൻഡ് കാശ്മീരിലത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ലേക്കാണ് ദാൽ ലേക്ക് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും ഫസ്റ്റ് ലാർജസ്റ്റ് ലേക്ക് ഏതാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് ബന്ദിപ്പൂർ ഡിസ്ട്രിക്റ്റിൽ വൂലാർ ലേക്ക് എന്നറിയപ്പെടുന്ന ലേക്കാണ് ജമ്മു കാശ്മീരിലത്തെ ഫസ്റ്റ് ലാർജസ്റ്റ് ലേക്ക്. ഇതിങ്ങനെ ഈ ദാൽ ലേക്കിൻ്റെ ഓരോ സൈഡുകളിലായിട്ട് കുറേ ഘാട്ടുകൾ ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഘാട്ടുകളിൽ നിന്നാണ് നമുക്ക് ഷിക്കാര ബോട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 18 ഏക്കേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന 18 സ്ക്വയർ മീറ്ററിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കുറേ ഘട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ ഘട്ടുകളാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഷിക്കാര റൈഡ് ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ എന്തായാലും ഷിക്കാര റൈഡ് ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നിഷാദ് ഗാർഡനാണ്. അപ്പോൾ നിഷാദ് ഗാർഡൻ കണ്ടിട്ട് അതിന് ശേഷം ബോട്ട് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെ, അങ്ങനെ ഞങ്ങൾ നിഷാദ് ഗാർഡൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഇനി വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അതിപ്പോൾ എല്ലായിടത്തും അത് ഒരു ഇഷ്യൂ ആണല്ലോ. ഞങ്ങളങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോയി. ഞങ്ങൾ ആ സമയം കൊണ്ട് കുറച്ച് ദാൽ ലേക്കിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടോ, ഷിക്കാര ബോട്ട്സൊക്കെ കുറേ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നിഷാദ് ഗാർഡൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.